ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ വീണ്ടും ഒരു പുതിയ വ്ളോഗായിട്ട് വന്നേക്കുന്നത്. ശരിക്കും ഒരു നൊസ്റ്റു ആണ് കേട്ടോ. കാരണം ഇവിടെ ഞാൻ ഉമ്മാടെയും കൂടെ നമ്മൾ ദുബായിലായിരുന്നല്ലോ. അപ്പൊ എല്ലാ സൺഡേസിലും എനിക്ക് എന്റെ കൂടെ ഇപ്പൊ ഇങ്ങനെ എന്താ പറയാ ഓരോ ബക്കറ്റ് ലിസ്റ്റുകൾ ഉണ്ടാവും. ഓരോന്ന് ഇവിടെ പോവാ, അവിടെ ചെയ്യാ, ഇത് ചെയ്യാ. അതപ്പോ സുഹൈൽക്ക് നമ്മുടെ കമ്പനിയിലെ സുഹൈൽക്ക് അസ്നത്ത് കെൻസ ബേബിയും ഇന്ന് ഞങ്ങള് അതൊക്കെ ഒന്ന് പൊടി തട്ടി വീണ്ടും ഞങ്ങൾ ഇറങ്ങിയേക്കാണ്. ഞങ്ങൾ ശരിക്കും പറയുമ്പോ ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ളല്ലേ, അഡ്വഞ്ചറസ് നമ്മളെ ബക്കറ്റ് ലിസ്റ്റുള്ള സാധനമൊന്നുമല്ല. പക്ഷെ വേറൊരു പുതിയ സാധനം ട്രൈ ചെയ്യുന്നു. പിന്നെ ഞങ്ങളൊരു ഡേ ഔട്ട് അല്ലേ, ഞങ്ങൾ കറങ്ങാൻ പോകുന്നത്, കാർ ഓടിക്കാൻ. അതാണ് ഞങ്ങളെ മെയിൻ ഒരു ടാസ്ക്. എന്ത് കാർ ഓടിക്കും. നിങ്ങൾ ഇന്ന് എന്റെ കാർ ഓടിക്കൽ കാണും. ഇന്ന് വരെ ഞാൻ കാർ ഓടിക്കുന്നത് കണ്ടിട്ടില്ലല്ലോ. ഇന്ന് കാർ ഓടിക്കും ഞാൻ. അതും ചെറിയ കാറൊന്നുമല്ല, ഞാൻ സ്പോർട്സ് കാർ ഓടിക്കാൻ പോവാണ്. ഫസ്റ്റ് ടൈം ഞാൻ തന്നെ ഓടിക്കുന്നു. എനിക്ക് വയ്യ. എനിക്ക് ഇപ്പഴേ എന്റെ മനസ്സിൽ കുറെ ഇങ്ങനെ ഭാവന ഓരോ ഫാന്റസി ഒക്കെ അവസാനം എന്തായിട്ട് വരുമോ എന്തോന്നും റിയാലിറ്റി വേഴ്സസ് എക്സ്പെക്ടേഷൻ എന്നുള്ളത്. പിന്നില് ഉപ്പയമ്മയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവര് ലേറ്റ് ആയി ഇറങ്ങും. അപ്പൊ ഞങ്ങള് നേരെ മുന്നിൽ ഇറങ്ങി. പിന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഓരോ ദിവസങ്ങളും കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഞാൻ കുഞ്ഞു ഭാഗങ്ങൾ നമ്മൾ കാണിച്ചു തരാം. ശേഷം സ്ക്രീനിൽ എവിടേക്കാ പോകുന്നേ? കാർ ഓടിക്കാൻ പോവാ. എവിടേക്കാ നമ്മള് പോണ? ദുബായിക്കാ? നോക്കി കെൻസ മോളിക്ക് നോക്കി. കെൻസാണ് ഫേവറേറ്റ് അല്ലേ ഇത്? യു എയിൽ വന്ന എനിക്ക് ഇവിടുത്തെ റോഡ് ട്രിപ്പ് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല, എനിക്ക് എത്ര വട്ടം വന്നു കഴിഞ്ഞാലും ഞാൻ ഇങ്ങനെ പുറത്ത് നോക്കിയിരിക്കും. ഹായ്, അവിടുത്തെ മോസ്കുകളും ബിൽഡിങ്ങുകളും ഒക്കെ ഒരു പ്രത്യേക രസമാണ്. ഇവിടെ എത്തുന്ന വരെ കെൻസ ബേബി ഭയങ്കര പാട്ടായിരുന്നു. അതുകൊണ്ട് ഞാനിവിടെ എത്തിയത് അറിഞ്ഞില്ല. ആള് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഫുൾ ആക്റ്റീവായിരുന്നു. ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഈ പാട്ടും ഡാൻസൊക്കെ. പിന്നെ കുറേ പേരെന്നോട് നമ്മൾ ലാസ്റ്റ് ടൈം യു എയിൽ വന്നപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അസ്നത്ത് എന്താ ഫ്രണ്ടി ഇരിക്കാത്തത്, ഞാൻ എന്താ ഫ്രണ്ടി ഇരിക്കണേന്നുള്ളത്. നമ്മുടെ ദുബായ് റൂൾ അറിയാലോ, ബേബീസിനെ ഫ്രണ്ടി ഇരുത്താൻ പാടില്ല. അതുകൊണ്ടാണ് അസ്നത്തെയും ബേബിയും പിന്നിലിരിക്കുന്നത്. ഇനിയാണ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. ഇത് കാർ റേസ് എന്നല്ല കേട്ടോ പറയാം, ഈ കാട്ടാണ്. എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ കാട്ട് ഓടിക്കാൻ വന്നേക്കുന്നത്. അടിപൊളിയാണെന്നാണ് കേട്ടേക്കുന്നത്. അപ്പോൾ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ആദ്യം എടുക്കണം. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അപ്പോൾ രജിസ്ട്രേഷന് വേണ്ടി പിരിക്കുക. ഇത് കറക്റ്റ് നമ്മുടെ എക്സാം റിസൾട്ടൊക്കെ വരുന്ന പോലെ തോറ്റാലും ജയിച്ചാലും കാർ ഓടിച്ച് തോറ്റു കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിൽ ID വഴി റിസൾട്ട് വരൂല്ലേ. ജയിച്ചു കഴിഞ്ഞാൽ ട്രോഫിയും കിട്ടും. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമുക്ക് വിന്നറാണ്. കിട്ടിയാ? ഒന്നും കിട്ടിയില്ല. എന്താ കിട്ടാഞ്ഞേ? ഹായ്, കെൻസ കിട്ടിയാ? കാണിച്ചെന്നേ. ഞങ്ങൾ ഫുൾ എന്താ പറയാ ഡ്രസ്സൊക്കെ ഇട്ട് ഫുൾ സെറ്റ് ആയി. ഞങ്ങൾ കാറ് ഓടിച്ചാൽ മതി, കയറ് കിട്ടുക, ഓടിക്കുക, അത്രേ ഉള്ളൂ. ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് ഞങ്ങളെല്ലാവരും റെഡിയായി. ഇനി ഹെൽമെറ്റും ഗ്ലൗസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതാവും. ഇപ്പോൾ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ട്രാക്ക് എങ്ങനെയൊക്കെയാണ് പോകുന്നത്, ഡിവൈഡർ ഉണ്ടെന്നും പിന്നെ ബ്രേക്ക് പിടിക്കുന്നത് എങ്ങനെ, സ്റ്റിയറിങ് ഇതെങ്ങനെ എന്നൊക്കെ ഉള്ളത് ഫുള്ള് ഇങ്ങനെ ട്യൂട്ടോറിയലാണ്. അറബിലാണ് എഴുതി കാണിക്കെങ്കിലും ഇംഗ്ലീഷിലാണ് പറയുന്നത്. അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ മുടി ഇങ്ങനെ പാറിച്ച് വെക്കാൻ പാടില്ല, ഫുള്ള് കെട്ടി വെക്കണം.
അങ്ങനെ ഇങ്ങനെ പിന്നെ സ്പീഡിൻ്റെ കാര്യങ്ങൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ റേസ് ചെയ്യുന്നവരിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്ന് കണ്ടുപിടിക്കും. എന്നിട്ട് അതിൽ വിന്നറിന് ട്രോഫി അങ്ങനെയൊക്കെ ഫുൾ നമുക്കിങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. അതെല്ലാം കേൾക്കുന്നുണ്ട്. ചിലതൊന്നും മനസ്സിലാവുന്നില്ല എന്താ അവർ പറയുന്നതെന്ന്, ചിലതൊന്നും മനസ്സിലാവുന്നില്ല, ചിലതൊക്കെ മനസ്സിലാവണം. അങ്ങനെ ഞങ്ങൾ എല്ലാം പഠിച്ച് ഇനി ഇറങ്ങുവാണ് അങ്ങോട്ട്. തോന്നിക്കുന്നില്ല മറ്റേ ഓപ്പറേഷൻ തിയേറ്ററിൽ എന്തോ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി കയറ്റുന്ന പോലെ എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ ഇട്ടിട്ട് നമ്മള് തലയിൽ ഹെൽമെറ്റ് വരും. എനിക്ക് കൊറോണ അല്ലേ, നമ്മളെന്ത് സർജറിക്ക് കേട്ടില്ലേ അതേപോലെ. ഇതാണ് നമ്മുടെ സ്ഥലം. ഇപ്പൊ ഹെൽമെറ്റ് വന്നാൽ നമ്മൾ നല്ല ലുക്കാവും. ഒരു റൈഡർ ലുക്കൊക്കെ വന്നിട്ടില്ലേ, ഇപ്പൊ സർജറി ലുക്കൊക്കെ മാറിയ റൈഡർ ലുക്ക്. നമ്മളെന്നെ കൊണ്ടുപോകും. ഇവിടെ ആരും മത്സരിക്കാനില്ലെങ്കിൽ ഞങ്ങൾ നമ്മുടെ വീട്ടിൽ പോയി കപ്പ്. ഞങ്ങളുടെ റേസിങ് കഴിഞ്ഞ് എൻ്റെ ഉപ്പയും ഉമ്മയും ശ്വാസം അടക്കി പിടിച്ചിരിക്കും. കാരണം ഞാൻ ഡിവൈഡറൊക്കെ ഇങ്ങനെ അടിച്ച് പൊളിക്കുന്നുണ്ടായിരുന്നു ഇടിച്ച്. അപ്പോൾ ഉമ്മാക്കും ഉപ്പാക്കും പേടി എൻ്റെ എന്താ ബാക്ക് പെയിനാട്ടം വരുമോ എന്നൊക്കെയാണ് അവരെ പേടിയുണ്ടായിരുന്നു. പക്ഷെ നല്ല രസമായിരുന്നു, എനിക്ക് ശരിക്കും ഫണ്ണായിരുന്നു. സത്യമായിട്ട് ഓടിക്കണേക്കാളും ഫണ്ണായിരുന്നു എനിക്ക് വണ്ടി ഇടിക്കുമ്പോൾ ഈ തെറിക്കില്ലേ, നമ്മളിങ്ങനെ മേലെ തെറിക്കില്ലേ, അതായിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് അതിൽ. ഞാനുണ്ടല്ലോ സത്യം പറയട്ടെ, ഈ കാർ ഓടിച്ചാൽ അവാർഡ് ഇട്ടിട്ട് എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ എല്ലാ ഡിവൈഡറും ഞാൻ പൊളിച്ച് ഏറ്റവും കൂടുതൽ ഫണ്ട് ഉണ്ടായത് എനിക്ക് മാത്രം. അതിലൊരു സംശയമില്ല. അവിടെ നിൽക്കുന്ന ഓരോ സേഫ് ഗാർഡിൽ എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കായിരുന്നു. ഓ ദേ വരുന്നുണ്ട് ഇപ്പൊ ഇടിക്കുന്നുള്ള രീതിക്ക് ഞാൻ തകർത്ത് ഇല്ലേ, ശരിക്കും ഞാൻ തകർത്തില്ലേ. ഞങ്ങൾക്ക് ഞാൻ 4-5 റൗണ്ട് ഒക്കെ എടുത്ത് അല്ലേ, ഞാൻ 5-6 റൗണ്ട് എടുത്തെന്നാ എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാൻ നോക്കുമ്പോഴേ ഞാന് ഞാൻ ഭയങ്കര സ്പീഡായിരുന്നില്ലേ, അതല്ല എനിക്ക് ആ സ്റ്റിയറിംഗ് ഭയങ്കര ടൈറ്റ് പോലെ തോന്നി, എനിക്ക് തിരിക്കാൻ എന്തൊരു സുഖം. അയ്യോ ഞാൻ ഇവിടുന്ന് വരുന്നില്ല. ഹലോ, പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഞാൻ ശരിക്കും തേർഡ്, ഇത് ഫസ്റ്റ്. അങ്ങനെ മോള് വിന്നറായി.
ബൈ ബൈ ടാറ്റാ. വീഡിയോ പറഞ്ഞോടാ. ഇല്ല ബൈ. സുഹൈൽക്കെയും അസ്നത്തെയും കെൻസു ബേബിയും അവരങ്ങനെ അവരുടെ വീട്ടിലേക്ക് പോയി. കാരണം നാളെ എല്ലാവർക്കും ജോലി തുടങ്ങുമല്ലേ. ഞാനും ഉപ്പയും ഉമ്മയും കൂടെ നമ്മുടെ ഉമ്മൽക്കൊയിനിക്ക് തിരിച്ചു പോണ വഴിക്ക് എന്തെങ്കിലും കഴിക്കേ എന്തെങ്കിലുമൊക്കെ വേണം. ഭയങ്കര ദാഹം, ചൂട് സഹിക്കാൻ പറ്റുന്നില്ല, അസഹനീയ ചൂട്. പക്ഷെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട്. അടിപൊളി, വേറെ ലെവൽ, പൊളി പൊളി. ഹായ് ഉമ്മ, ഒന്ന് നോക്കി, ഉപ്പയും നോക്കി. ഇന്ന് നല്ല ഭംഗിയുള്ള മൂണായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം മൂണിങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക. ഞാൻ മൂണ് ഇങ്ങനെ ഉള്ള ദിവസങ്ങളിൽ ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടോ കുറേ സമയം. കാറിൻ്റെ ഉള്ളിലാണെങ്കിലും ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും പുറത്തേക്ക്, മൂണ് വന്ന എന്നൊക്കെ ഉള്ളത്. പിന്നെ അരിപ്പ റെസ്റ്റോറൻറ്റ്, നമ്മൾ കരാമയിലുള്ള അരിപ്പയിലേക്കാണ് പോയത്. എറണാകുളം അരിപ്പയത്തെ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് ഞാൻ വരുന്നത് കറാമേലത്തെ അരിപ്പയിൽ. അങ്ങനെ സെയിം ഇൻറ്റീരിയർ, എനിക്ക് വലിയ വ്യത്യാസം തോന്നിയില്ല. സെയിം നമ്മുടെ എറണാകുളത്ത് പോകുന്ന പോലെ തന്നെയാണ് തോന്നിയത്. ഫുഡ് വെയിറ്റ് ചെയ്തിരിക്കാൻ എനിക്കാണെങ്കിൽ ഭയങ്കര വിശപ്പ്. ഇപ്പം ആരും എനിക്ക് കപ്പയും മീൻകറിയിലും കൈവശം തന്നെ. പണ്ട് ഞാൻ തീരെ കഴിക്കാത്തൊരു സാധനം ഉണ്ടെങ്കിൽ അത് കപ്പയാണ്. ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്ന് പറയുന്നത് ഈ കപ്പ മീൻ, കപ്പ ബീഫൊക്കെയാണ്. അങ്ങനെ കപ്പ മുളകിട്ട് വറ്റിച്ച ചാളക്കറിയും പിന്നെ നല്ല ബീഫും പൊറോട്ടയും ചിക്കൻ ഫ്രൈയും, ഇത്രയും സാധനങ്ങളാണ് ഓർഡർ ചെയ്തത്. ഞാൻ കപ്പയും മീൻ കറിയും മാത്രമേ കഴിച്ചുള്ളൂ. ബീഫും കഴിച്ചിട്ടാണ്, മടയിൽ നിന്ന് ബീഫും കഴിച്ച്. ഉപ്പ പിന്നെ ചിക്കൻ ഫ്രൈഡ് ആളാണ്. മീൻകറി രക്ഷയില്ല. അയ്യോ, ഫുഡ് കഴിച്ചു, വയറ് നിറയെ. എന്ത് ടേസ്റ്റ് ആയിരുന്നു. നമ്മളെ എറണാകുളത്ത് അരിപ്പ റെസ്റ്റോറൻറ്റ് ഉണ്ട്, ആ സെയിം ടേസ്റ്റ് പോലെ എനിക്ക് തോന്നിയത്. ആംബിയൻസും ഒക്കെ എനിക്ക് സെയിം ആയിട്ട് തോന്നിയത്. ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ്, കരാമയിൽ അരിപ്പയിൽ ആദ്യമായിട്ട് ഞാൻ വരുന്നത്. അയ്യോ, വയറ് നിറയെ കഴിച്ച്. എന്തൊരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയും. ഇനി നമ്മൾ വീട്ടിൽ പോകണം. പിന്നെന്തുവാ ഞാൻ പറയാൻ വന്നത്, ചൂടില്ല കേട്ടോ. ഞാൻ വന്ന ദിവസം ഭയങ്കര ചൂടായിരുന്നു, ഭയങ്കര ഹ്യൂമിഡിറ്റി ചൂടായിരുന്നു. ചിലപ്പോൾ ഞാൻ എൻ്റെ നമ്മളുടെ ഹീറ്റ് അഡാപ്റ്റ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും ഇവിടുത്തെ ചൂട്. ഇപ്പം ഞാൻ ഇവിടെ ആയി കഴിഞ്ഞ് ചൂട് തുടങ്ങുന്നുള്ളൂ, അതെനിക്കറിയാം. ചൂട് തുടങ്ങിയാൽ പോലും ഇങ്ങനൊന്നുമല്ല. ഇവിടെ ഫുള്ള് റെസ്റ്റോറൻറ്റ്, കറാമ ഭാഗത്ത് അത് നമ്മുടെ ഫുൾ റെസ്റ്റോറൻറ്റുകൾ ഇവിടെ ഉണ്ട്. ഇപ്പൊ അതേ പിന്നെയും നടക്കണ്ട. എല്ലാം കഴിഞ്ഞേ നമ്മുടെ വീട്ടിൽ കയറാം. ഇനി സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങണം, നീണ്ടു നിവർന്നൊന്ന് ഫ്രഷ് ആയിട്ട്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ലോഗ്. അപ്പം ടാറ്റാ ബൈ ബൈ ഉമ്മ.